നിങ്ങളുടെ പാർട്ട്ണർ ടോക്സിക് ആണോ? തിരിച്ചറിഞ്ഞാലോ? അതോ ഒരു സാധാരണ കലിപ്പനോ കാന്താരി എന്നൊക്കെ പറയുന്ന റേഞ്ചിൽ മാത്രമേ ഉള്ളൂ? പാർട്ട്ണർ ടോക്സിക് ആണെങ്കിൽ ഓവർ കൺട്രോളിങ് ആയിരിക്കും. അതായത് നമ്മൾ എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം, ആരെ കാണണം എന്ന് തുടങ്ങിയ എല്ലാത്തിലും അവർക്കൊരു കൺട്രോളിങ് ഉണ്ടായിരിക്കും. അവർ ഡിസിഷൻ എടുക്കും, നമ്മൾ അനുസരിക്കണം. നമ്പർ 2 എന്ന് പറയുന്നത് അവര് സദാ നമ്മളോട് അസൂയാലുക്കളായിരിക്കും. അവരെക്കാൾ ഒരുപടി മേലെ എന്തിലെങ്കിലും നമ്മൾ അച്ചീവ്മെന്റ് നേടി എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഒട്ടും സഹിക്കില്ല. ആൻഡ് നമ്പർ 3 എന്ന് പറയുന്നത് അവര് വളരെ ഡിസോണസ്റ്റ് ആയിട്ടും ഭയങ്കര ഡിസ്റെസ്പെക്റ്റ് ആയിട്ടും മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ വെച്ച് വെർബൽ അബ്യൂസ് ഒന്നും ചെയ്യാൻ അവർക്ക് ഒരു ബുദ്ധിമോശവും കാണില്ല, അല്ലെങ്കിൽ അവർക്ക് അതൊന്നൊരു വലിയൊരു മാറ്റർ ആണെന്ന് തോന്നുകയേ ഇല്ല. അവരതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ കോൺഫിഡൻസ് കളയാൻ വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ക്രിറ്റിസിസം ഒക്കെ ചെയ്യുക, കമ്പയർ ചെയ്യുക തുടങ്ങിയുള്ള കലാപരിപാടികളൊക്കെ അവർക്കേറെ ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും. സോ ഒരാൾ ടോക്സിക് ആണ് എന്ന് നമുക്കറിയാൻ വേണ്ടി മറ്റൊരു ടിപ്പ് കൂടിയുണ്ട്. അതായത് നമ്മൾ ഈ വ്യക്തിയുമായുള്ള റിലേഷൻഷിപ്പിൽ റിലാക്സ്ഡ് അല്ല, ഒട്ടും സേഫ് ആയിട്ടുള്ളൊരു ഫീല് തോന്നുന്നില്ല, കംഫർട്ടബിൾ അല്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ ഒരു ടോക്സിറ്റി ഒക്കെ കലർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തി ടോക്സിക് ആണ്. ഇനി അഥവാ കറക്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്, റിലേഷൻഷിപ്പ് പാറ്റേൺ ഒക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആളത് മാറ്റിയെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്യാനും വില്ലിങ് ആവുക, അല്ലേ? ബിക്കോസ് യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. ലെറ്റ്സ് ട്രാൻസ്ഫർ ടു ഇൻസ്പയർ.